പറഞ്ഞു. അപ്പോ ആ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റൂഹുൽ ഖുദ്ദൂസ്? എന്താണത്? റൂഹുൽ ഖുദ്ദുസ് എന്നത് ഒരു മാലാഖയുടെ, നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഒരു മാലാഖയുടെ പേരാണ്. ആ അത് മാലയുടെ ആ പേരെന്താ? മാലാഖയുടെ പേരെന്ന് പറഞ്ഞാൽ അതിനെ വർണ്ണിച്ചുകൊണ്ടുള്ള പേരാണെന്ന് പറയാം. ആ പേര് ഏത് മലക്കാണ്? ആ ജിബ്രീൽ എന്ന് പറയും. അതിന് ഖുറാനിൽ നിന്നൊരു വചനം തരാമോ? ഈ മാത്രം മതിയോ? അങ്ങനെ അതായത് അതായത് എന്നോട് പാസ്റ്ററിനോട് ചോദ്യം ചോദിക്കേണ്ടി വരും. ഇല്ല, എന്നോട് ഇത് ജസ്റ്റ് ഒരു വാക്യം ചോദ്യം, ഉണ്ടെന്ന് അതിലിട്ട് പറഞ്ഞാൽ മതി. പോണെങ്കിലേ എനിക്ക് പറഞ്ഞാൽ അതുകൊണ്ടാണ് മതി. കേട്ടോ. അത് ഞാനെന്തിനാ എനിക്കെന്താ എന്നോട് അതാണ് പറഞ്ഞേ. അപ്പൊ ഈ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ജിബ്രീലും റൂഹുൽ ഖുദുസും ഒന്നാണെന്നുള്ള ആയത്തെടുത്തു തരാനാണ് ഇവിടെ പറഞ്ഞത്, വേറൊന്നുമല്ല പറഞ്ഞത്. അതല്ല, അതാണ് ഞാൻ ചോദിക്കണേ. അത് മനസ്സിലാക്കണേ, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞങ്ങൾക്കിപ്പോ താങ്കൾക്ക് അറിവുണ്ടോ? അതൊന്നും അറിയേണ്ട കൊടുത്തു കൊടുക്കുന്നത്. ആവശ്യമില്ല. ജിബ്രീലും നിങ്ങൾ അലൻ റൂഹുൽ ബദറെ, സുന്നിയാണോ അലൻ ഖുദുസും ബദറെ, ഷിയായാണോ ഒന്നാണെന്നുള്ള ആയത്തെടുത്തോണ്ട് വാ. മുജാഹിദാണോ അലൻ അത് ബദറെ, പറഞ്ഞട്ടെ. അലൻ ബദറെ പ്ലീസ്. എല്ലാവരും കൂടി അങ്ങനെ എടുക്കല്ലേ. നിങ്ങൾ സുന്നിയാണോ ഷിയായാണോ? ഇത് നിങ്ങളുടെ വേദഗ്രന്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ എന്താണ് ആള്? ആ ശരി, അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെക്കുന്ന വേദഗ്രന്ഥം 1 ഖുർആൻ, 2 സുന്നത്ത്, 3 അല്ലല്ലല്ല, ഇജ്മാ, ഞാൻ ചോദിച്ചത് 4 നിങ്ങൾ ഖിയാസ്. സുന്നിയാണോ ഷിയായാണോ? നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതിൽ പല വിഭാഗമുണ്ട്. അതില് ഷിയാകൾക്ക് ഒരു പിന്നെ ഷിഹാവുൽ ഹുസിദ ഒന്നും ഇല്ല. അവരത് അംഗീകരിക്കുന്നേ ഇല്ല. ഹദീസുകളെ അംഗീകരിക്കാത്തവരുണ്ട്. ഹദീസുകൾ എന്നാ ചെയിൻ ഓഫ് ജനറേഷൻ താങ്കൾ കറക്റ്റായെന്ന് ചോദിക്കുന്ന അംഗീകരിക്കുന്നവരുണ്ട്. രൂപത്തിൽ പറയാമല്ലോ. താങ്കൾ ചോദിക്കുന്ന രൂപത്തിലുള്ള ഷിയാണോ സുന്നിയാണോ എന്നുള്ള രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ സുന്നിയാണ്, അപ്പൊ സുന്നികൾക്ക് ഷിയ അല്ല. ഷിഹാ ഹുസിദ്ദയാണ് ഖുറാൻ കഴിഞ്ഞ. വേറെന്തോ ഉള്ള കേട്ടില്ല. സിഹാ ആ ഹുസിദ്ദ എന്ന് പറയില്ലേ? കേട്ടില്ല. സിഹാ ഹുസിദ്ദ എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കണേ, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളെ പറ്റി താങ്കൾക്കുള്ള ആ അറിവ്, നിങ്ങളുടെ വേദനയുടെ അതല്ലെങ്കിൽ പേരാ പറഞ്ഞത്. ആ നിങ്ങളുടെ വേദനയുടെ പേരാ ഞാൻ പറഞ്ഞ സുന്നികളുടെ സിഹാ ഹുസിദ്ദ. അത് അറിയാ പദം കേട്ടിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ. അതായത് ഞങ്ങൾക്ക് സുഹൃത്തെ ഇത് കേട്ടോ, നിക്കേ സിഹാ ഹുസിദ്ദ എന്ന് കേട്ടിട്ടില്ല. താങ്കൾ കേട്ടിട്ടില്ല. താങ്കൾ അത് അറിയത്തുമില്ല. ഇല്ല 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 ഇല്ല. പറഞ്ഞു, താങ്കൾ ആ പറഞ്ഞു. അത് ശരി. പിന്നെ നിങ്ങൾ സുന്നിയല്ല. സുന്നികൾ കേൾക്കേണ്ട പദമാണുള്ളത്. ആയിക്കോട്ടെ സിഹാ ആയിക്കോട്ടെ. ഹുസിദ്ദ എന്ന് പറഞ്ഞാൽ ഉം. പ്രാമാണികമായ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഹദീസുകളുടെ ചുരുക്കെടുത്താണ്. ഒറ്റ പേരാണിത്. ഉം, ഉം, ഹദീസുകളെല്ലാം ചേർത്ത് പറയുന്ന പേരാണ്. പ്രാമാണിക ഉം, ഗ്രന്ഥങ്ങൾ ആയിട്ടുള്ള ഉം, സുന്നയായിട്ടുള്ള ഉം. ചെയിൻ ഓഫ് നറേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഞാനേ ഹദീസുകൾ ഇതാണ്. അതായത് അപ്പോ താങ്കൾ പറയുന്നത് ഇസ്ദാൽ സുന്ന അതായിട്ടുള്ള 5 വേദഗ്രന്ഥങ്ങൾ അഥവാ ഹദീസിൽ പെടുന്ന സുനൻ അബൂദാവൂദ്, സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം എന്ന് പറയുന്നത് മാത്രമാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം എന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഖുറാനും ഉണ്ട്. വേറെന്തോ നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറയണേ. അതാണ് ഞാൻ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞേ. ഏതറിയില്ല എന്ന് പറഞ്ഞേ? നിങ്ങൾ പറയുന്ന 4 ഗ്രന്ഥങ്ങൾ ഹദീസ് സുനനായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത്. എന്നാ പറയൂ അതാ ഞാൻ സാറേ. പറഞ്ഞുള്ളൂ. അത് ഞാൻ പറയുന്നു. അതായത് ഖുർആൻ, 2ാമത് സുന്നത്ത്, 3ാമത് ഇജ്മാ, 4 ഖിയാസ്. ഈ 4 ഗ്രന്ഥങ്ങളെ വെച്ചിട്ടാണ് ഞങ്ങൾ അത് എന്ത് കാര്യവും ഗ്രന്ഥമൊന്നുമല്ല. പറയുള്ളൂ. ഇജ്മായും കിയാസും ഒക്കെ സന്ദർഭികമായിട്ടൊക്കെ മാറുന്ന സാധനമാണ്. അത് പെർമനന്റ് ഒന്നുമല്ല. ഇജ്മ എന്ന് പറഞ്ഞാൽ അതെന്താ എന്താണ്? പെർമനന്റ് അല്ലാത്ത? അതെവിടെ പെർമനന്റ് പെർമനന്റ് ആരുടെ അല്ലാത്ത? ഇജ്മയാണ്? ആരുടെ ഇജ്മയും കിയാസും ആണ് ആധികാരികം? പറ. എല്ലാ പണ്ഡിതന്മാരുടെയും വാക്കുകൾ എടുക്കുവോ? ഏതാണ്? എന്നാ പണ്ഡിതന്മാരുടെ പേര് പറ. ഖുർആന്റെ ഇജ്മാ തന്നെ. സുഹൃത്തെ, അത് ആരുടെയാ നിങ്ങൾ എടുക്കുന്നേ? അതന്നെ ഖുർആന്റെ ഇജ്മാണ് നമ്മൾ എടുക്കണേ. ഖുർആനകത്തും സുന്നത്തിനകത്തും കിട്ടുന്ന ഇജ്മാ. എല്ലാവർക്കും ഏക അഭിപ്രായമായിരിക്കണം ഖുർആന്റെ വിഷയത്തിൽ. ആ ഹദീസിന്റെ ഏകാഭിപ്രായമുള്ള വിഷയത്തിൽ ഏത് കാര്യത്തിലാ? അന്ന് ഇത് പറഞ്ഞാട്ടെ, അങ്ങനെയുള്ള ഏകാഭിപ്രായം ഏതിലാന്ന് പറ. തെളിവ് വെച്ചിട്ട് പറ. അള്ളാഹു ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അല്ലാതെ നമുക്ക് ഈ ജുമാ ഇക്കാര്യത്തിലാണ് വേണ്ടത് ഇപ്പൊ. ഉണ്ട് എന്നുള്ള വിഷയത്തില്, അഥവാ വെള്ളിയാഴ്ച നമസ്കാരം ഉണ്ടെന്നുള്ള വിഷയത്തിൽ എല്ലാവരും ഇജ്മാ ആണ്. അല്ലെന്നേ അത് ഞങ്ങൾക്കും അറിയാം. നോമ്പുണ്ട് വെള്ളിയാഴ്ച എന്നുള്ള ഇപ്പൊ വിഷയത്തിൽ ഇജ്മ എല്ലാവരും ഇജ്മാ ആണ്. വേണമെന്നില്ല. ഇജ്മ വേണമെന്നില്ല. ഞങ്ങൾക്കും അറിയാലോ. നിങ്ങൾ ഇജ്മ വെള്ളിയാഴ്ച വേണല്ലോ. നമസ്കാരം. ഇജ്മ വേണ്ടാത്ത എന്താണ് സാർ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് അല്ല, ബൈബിൾ ഇത് അല്ലല്ലോ. പറയട്ടെ. അല്ലെന്നേ, ഇത് ഒരു ആ കാര്യം കേൾക്ക്. ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞു. ഞങ്ങൾക്കും അറിയാം നിങ്ങൾ വിശ്വസിക്കുന്നത് വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ ജുമാ മസ്ജിദ്. അത് ഇല്ലാതെ തന്നെ മനസ്സിലാകുമെന്നാ പറഞ്ഞു ഒന്ന്. ഇനി ഞങ്ങൾ ചോദിച്ച ചോദ്യം അതല്ല. സിമ്പിൾ ആയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. റൂഹുൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് മലക്കാണ് എന്നത് നിങ്ങൾ കൃത്യമായി ഖുറാനിലോ ഹദീസിൽ നിന്നോ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. അതാണ് ഞാൻ ചോദിച്ചത്. ഈ മാത്രം പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞത്. അതായത് ഖുർആനിൽ നിന്ന് മാത്രം കിട്ടാവുള്ളൂ എന്നൊരു വാശി ഞങ്ങൾക്കില്ല. മനസ്സിലാവുണ്ടോ?
അത് ഞങ്ങളുടെ പ്രാമാണികവുമല്ല. അല്ല, ഇത് കേൾക്ക്. അതായത് നമുക്ക് കിട്ടിയ അന്ത്യവചനമാണ് ഖുറാൻ എന്ന് പറയുന്നത്. ഖുറാനും നബിചര്യകളും. ഈ നബിചര്യകൾ പോലും ആധികാരികമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനകത്ത് ഒരാധികാരികത ഇല്ല. എങ്ങനെയാണ് നബിചര്യകൾക്ക് ആധികാരികത? ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ആധികാരികത ഉള്ളതാണ് നല്ലത്. കാരണം അതിലാണ് ഈ അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും തനിനിറം വ്യക്തമാക്കുന്ന അതിലൂടെയാണ്. അതുകൊണ്ട് അത് വേണം. പഴയ ഞങ്ങൾക്ക് അതിന് നിയമം പോലെ എതിർപ്പില്ല. എന്തോ? പഴയ നിയമം പോലെ ആയിക്കോട്ടെ, അല്ല, പറഞ്ഞോ. പഴയ നിയമം പോലല്ല. പഴയ നിയമത്തിൽ ഇങ്ങനെ എവിടെങ്കിലും ഇത്രയും ഈ രാത്രി കുളിക്കാതെ 11 സ്ത്രീകളോടൊപ്പം വരുന്ന ഏതെങ്കിലും പ്രവാചകനുണ്ടോ? പക്ഷെ കുളി കുജാഗര ഞെക്കാൻ നനയില്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ കുജാഗര ഞെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിലോട്ട് നിങ്ങൾ പോയി പിന്നെ അങ്ങനെ പോകേണ്ടി വരും. അപ്പൊ അല്ല, അതുകൊണ്ട് അത് പോട്ടെ. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ പോകുന്നതിന് കുഴപ്പമില്ല. അത് നിർദ്ദേശം ചെയ്യല്ല, ഒരാൾ അങ്ങനെ ചെയ്തു ചെയ്യാൻ പറയാണ്. അത് അപ്പൊ അപ്പൊ ചിരിക്കാതെ അത് നിക്കേ. ഇത് നിങ്ങൾ ഈ പറയുന്ന കക്ഷി മുഹമ്മദ് ഇത് വായിച്ചിട്ട് അതിലെ നെഗറ്റീവ് കാര്യം മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ പരീക്ഷണമായിരിക്കും താങ്കളെ ഇളിക്കാൻ ഈ പ്രേരിപ്പിക്കുന്ന കാര്യം. കാരണം ബൈബിളിൽ തെറ്റായി പറയുന്ന ഒരു കാര്യം എടുത്തിട്ട് അത് ദൈവം ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്ന നിങ്ങളുടെ ബോധം എന്താണെന്നറിയോ? എല്ലാത്തരം അപ്പൊ പരസംഗങ്ങളും ഇതിന് വൃത്തികേടുകളും കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇടയ്ക്കേറല്ല തന്നെയാണ്. ഫിഗെ ഇടയ്ക്ക് കയറരുത് പ്ലീസ്. പ്ലീസ്, നമ്മളൊരു നല്ല ചർച്ച എല്ലാത്തരം വൃത്തികളും കൊണ്ടുപോകല്ലേ? ചെയ്തിട്ട് എല്ലാത്തരം വൃത്തികെട്ട കാര്യങ്ങളും ചെയ്തിട്ട് അതിന് നിങ്ങൾ ആയത്തുകളുടെ പിൻബലം തേടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറൽ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങളുടെ പക്കൽ തെളിവില്ല എന്ന് പറയാ. പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. അതിന് ഇത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ പിൽക്കാലത്ത് ഉദ്ദേശിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഖുറാനിലോ ഹദീസിലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിലും അറിവില്ല. ഇത് രണ്ടിലും ഇല്ലെന്ന് പറയാനായിട്ട് കഴിയത്തുമില്ല. കാരണം ഇവിടെ അള്ളാഹു പൊട്ടിപ്പോവും. കാരണം പരിശുദ്ധാത്മാവ് എന്താണ് നിങ്ങൾ പറയേണ്ടി വരും. റൂഹുൽ ഖുദ്ദൂസ്. ഇനി ഇതേ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. മുഹമ്മദ് പരിശുദ്ധാത്മാവാണെന്നൊരു അവകാശവാദമുണ്ട്. കാരണം യേശു പ്രവചിച്ച ആശ്വാസപ്രദൻ, ആ പരിശുദ്ധാത്മാവ്, പാരാക്ലിറ്റോസ്. ഈ പാരാക്ലിറ്റോസ് ഇങ്ങനെയാണെന്ന് അക്ബർ സാഹിബ് ഒക്കെ എത്ര പുസ്തകം എഴുതിയാ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ശബ്ദത്തിന്റെ അറബി പരിഭാഷയാണ് ഇവിടെ പറയുന്ന റൂഹുൽ ഖുദ്ദൂസ്. അതിന്റെ ഞാനിപ്പോ അത് പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുന്ന കൂദാശ എന്നൊക്കെ പറയുന്ന ആ പദം ഉണ്ടല്ലോ സുറിയാനിയിലെ, അത് തന്നെയാണ് ഖുദ്ദൂസ് എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കദോഷ് എന്ന് ഹീബ്രുവിൽ പറയും. അപ്പൊ പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് ഒരിടത്ത് മുഹമ്മദ് ആണെന്ന് പറയും, ഇവിടെ വന്നിട്ട് പറയാണ് അത് മലക്കിനാണ്. അത് മലക്കിനാണെന്നുള്ള തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിനത്തെ പ്രമാണം ഉണ്ടെന്ന് അറിയാവുന്ന മറുചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. അത് ചോദിച്ചു വന്നപ്പോൾ ഹദീസ് ഉണ്ടായിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് വിരോധം ഇല്ല. അപ്പോൾ താങ്കൾ പറയുന്നത് കന്യാകുജാഗ്ര ഞെക്കാൻ യഹോവ പറഞ്ഞെന്നാണ്. നിങ്ങൾ തല കുത്തി നിന്നാൽ, നിങ്ങളോ നിങ്ങളുടെ അള്ളാഹുവോ തല കുത്തി നിന്ന് ഇതിലെ ചക്രം കറക്കി നടന്നാലും ദൈവം അങ്ങനെ ചെയ്യാൻ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല. പിന്നെ പരസംഗം ചെയ്ത മനുഷ്യനെ വിമർശിച്ച് തെറ്റാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തെറ്റിനെ കണ്ടിട്ട് അത് ശരിയാക്കി മാറ്റാൻ ഇങ്ങനെ ഇളിക്കേണ്ടി വരുന്നു. അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ പ്രവാചകൻ ചെയ്ത തരംതാണ നികൃഷ്ടമായ പ്രവൃത്തികളെ ന്യായീകരിച്ച് സന്തോഷിക്കുകയും എന്നിട്ട് അയാൾ മാനവരിൽ മഹോന്നതനാണെന്ന് പാടുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ പറഞ്ഞു എന്ന് കളവ് പറയേണ്ടി വരുന്ന ഗതികേടും ഞാൻ ഓർക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുറാൻ വെച്ചോ ഹദീസ് വെച്ചോ ഒരിക്കലും ഈ പറയപ്പെട്ട ഈ പാരാക്ലിറ്റോസ് അല്ലെങ്കിൽ ഈ റൂഹുൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് ഒരു മലക്കാണെന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പരിശുദ്ധൻ എന്ന പദം ഒരിക്കലും മലക്കുകൾക്ക് ചേർന്ന കാര്യമല്ല. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, പാസ്റ്റർക്കുള്ള മറുപടി കൊടുത്തു. ഇപ്പം നമ്മൾ വേറെ സ്വാർത്ഥികയിലോട്ടൊന്നും പോകുന്നില്ല. ഈ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? താങ്കൾക്ക് തെളിവ് വെച്ച് മറുപടി പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയും. ഞാനതാണ് ഈ കൊടുത്തോട്ട് സാറിനോട് പറഞ്ഞത്. അഥവാ ഈ പറയുന്ന അക്രമകാരികളും പിഴച്ചവരും ആരാണെന്ന് ഖുർആനിൽ എഴുതിയിട്ടുണ്ടോ? അതാണ് എന്റെ അത് ചോദ്യം. അതിനെ താങ്കളുടെ താങ്കൾ എങ്ങനെ ചോദ്യമല്ല ഇവിടെ നോക്കിക്കാണുന്നു വേണ്ടത്. എന്നതാണ് എന്റെ ചോദ്യം. ഞങ്ങൾക്ക് വേണ്ടത് താങ്കളുടെ അല്ല, ചോദ്യമല്ല. അല്ല, ഇപ്പൊ നമ്മൾ ഇത്രയും എന്തായാലും പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ നമ്മൾ സാറിനത് പറയാലോ. എന്തായാലും ഫാത്തിഹയിലേക്ക് പോവില്ല. അവിടെയാണ് കുഴപ്പം. ഫാത്തിഹയിലേക്ക് പോവില്ല. അതാ അവിടെ കൊടുത്തോട്ടം ഇവിടെ സാറൊന്ന് പറഞ്ഞു തന്നാ ഒന്നുമില്ല. മതി എനിക്ക്. നമ്മൾ ഫാത്തിഹയിലില്ല. കൊടുത്തോട്ടം പാസ്റ്റർ ആ- ഇപ്പൊ ആ- എന്തായാലും ആ- ആ ഫാത്തിഹയിലേക്ക് പേടിയുണ്ടോ? പോവുകയില്ല. പേടിയുണ്ടോ? പേടി ഉണ്ടായിട്ടോ? നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ആ പേടിക്കുന്നേ? എന്നാ പറയൂ. എന്നതിന് പേടിക്കാനാ? ഒരു നിമിഷം. ഈ ഫാത്തികയിലേക്ക് പോയാൽ ഇതിന് ഉത്തരം കിട്ടുമെന്ന് ആ ഉറപ്പുണ്ടോ? ഇതിന് ഫാത്തിഹയിലോട്ട് ഉത്തരം തരും. ഞാൻ ഫാത്തികയിലേക്ക് ഫാത്തിഹയിലോട്ട് പോയാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഫാത്തികയെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടല്ല. ഇത് പക്ക കോപ്പിയടിക്കും ഫാത്തിക. ഒരു കാരണം മിനിറ്റ് നിങ്ങൾ സാറേ, ഞാൻ മറുപടി നീ പറഞ്ഞിട്ട് ഇടയ്ക്ക് കയറരുത്. നീ ഇടയ്ക്ക് കയറരുത്. ഫാത്തിക എന്ന് പറഞ്ഞാൽ പക്ക സുറിയാനി പ്രാർത്ഥനയുടെ ഒരു കോപ്പിയാണ്. ഫാത്തിക വാലും തലയില്ലാത്തൊരു സാധനമാണ്. ഫാത്തിഹ എന്ന പദത്തിന് തന്നെ ടു ഓപ്പൺ എന്നാണ് അർത്ഥം. ഇത് എബ്രായ അറബി ശബ്ദങ്ങളിൽ പത്ത എന്നുള്ള ഒരു പ്രയോഗമാണ് ഫാത്തിഹ എന്നാകുന്നത്.
ഇത് മനസ്സിലാക്കാൻ ബൈബിളിൽ താഴെ കേട്ടിരിക്കുന്ന ബൈബിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കണം. യേശു ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ടു ഓപ്പൺ എന്ന അർത്ഥത്തിൽ എഫദ എന്ന് പറഞ്ഞു. എഫദ, ആ എഫദയാണ് ഈ ഒരു തല സൈലന്റ് ആയിട്ട് ഉപയോഗിക്കണം. അതിന്റെ തത്തുല്യമായ അറബിക് വേർഷനാണ് ഫാത്തിഹ. ടു ഓപ്പൺ, പ്രാരംഭം, തുടക്കം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. 7 വചനങ്ങളാണ് അതിലാകെ ഉള്ളത്. ഈ സാധനം തന്നെ ഇതിനു മുമ്പ് പ്രാർത്ഥനകളിലൂടെ സിറിയൻ ക്രിസ്ത്യൻ നമസ്കാര വേളകളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ചെറിയ വേർഷനിൽ വ്യത്യാസത്തോടെ മുഹമ്മദ് ഇത് അവതരിപ്പിച്ചപ്പോഴും അതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് തുടക്കമല്ലേ, ഈ ഖുറാന്റെ അവസ്ഥയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഒന്നാമത് പറയുന്നത് ഇത് മലക്കിന്റെ ശബ്ദമാണെന്ന് ഒരിടത്ത് കിടക്കുന്നു, ദൂതന്റെ ശബ്ദമാണെന്ന് ഒരിടത്ത് കിടക്കുന്നു, അള്ളാഹുവിന്റെ വചനമാണെന്ന് പറയുന്നു. ഇത് അള്ളാഹുവിന്റെ ആണോ മനുഷ്യന്റെ ആണോ ദൂതന്റെ ആണോ ഒന്നും അള്ളാഹുവിന് പോലും അറിയത്തില്ല. ഇതുപോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ വരാതെ ഇതാരുടെയാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ ഒക്കെയില്ല. ഉദാഹരണം, പരമകാരുണികാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ആരാണ് ഞാൻ? അത് പാടുന്ന നിങ്ങളും ഞാനും ഒക്കെ ചേരുന്ന സമൂഹമാണോ? ആണെങ്കിൽ തെളിവെന്ത്? 2, എല്ലാ സ്തുതിയും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ആരുടെ വീട്? മുഹമ്മദിന്റെ ആണോ മലക്കിന്റെ ആണോ സകലോകത്തിലെ മുസ്ലിങ്ങളുടെ ആണോ? തെളിവെന്ത്? പരമകാരുണികൻ കരുണാമയൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ എന്ന ബഹുവചനത്തിലേക്ക് കയറി. അപ്പൊ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ ഏകവചനം ബഹുവചനമായിട്ട് മാറി. ഞങ്ങളെ നിർമാർഗത്തിൽ നയിക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ, കോപത്തിനിരയായവരുടെയോ പിഴച്ചുപോയവരുടെയോ മാർഗത്തിലല്ല. ഇത് അള്ളാഹു പറഞ്ഞല്ല, മലക്ക് പറഞ്ഞല്ല, മുഹമ്മദ് പറഞ്ഞല്ല, മുസ്ലിം പറയുന്നതാണോ? ഒരു തെളിവില്ല. വാലും തലയില്ലാത്തൊരു സാധനം. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത കൂടി കേട്ടോ. ഈ സാധനം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ആര് പറഞ്ഞു എന്ന് പറയാൻ അള്ളാഹുവിന് ഒരു വാക്ക് മതിയായിരുന്നു. ഒരു വാക്ക്. നമ്മൾ ഇവരെ ഇട്ട് ഇതുപോലെ പരിഹസിക്കുമായിരുന്നില്ല. പരിഹാസം ഇവരർഹിക്കുന്നതല്ല, അള്ളാഹു അർഹിക്കുന്നതാണ്. അപ്പൊ ഈ സാധനത്തിന് ഞങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞു. ഇതിലെന്താണ് പ്രശ്നം? ഞങ്ങളുടെ ഈ കാഴ്ചപ്പാടിനെ താങ്കൾക്ക് തിരുത്തേണ്ടി വരും. അത് നിങ്ങൾ ഈ ഖുറാനിലേക്ക് ഞങ്ങളെ വലിച്ചിറക്കുക വഴി തീർച്ചയായിട്ടും ഇങ്ങനെ വിമർശിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഗതികേടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയുന്നു. ഇതുകൊണ്ട് റൂഹുൽ ഖുദൂസിന് മറുപടിയാകുമോ? അത് നിങ്ങൾക്കുള്ള ഉത്തരവാകുമോ? കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞു തരേണ്ടത് റൂഹുൽ ഖുദൂസ് എന്ന് മാലാഖ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞാൽ തീർന്ന്. എവിടെങ്കിലും ഉണ്ടോ എന്ന് കാണിച്ചാൽ മതി, തീർന്ന്. ഞാൻ ചോദിച്ചെന്താ, സാറ് പറയുന്നത് എന്താ? അല്ല, താങ്കൾ എന്താ ചോദിച്ചത്? ഞാൻ താങ്കൾ ഒന്ന് എന്നതാ ശരി ചോദിച്ചത്? ശരി 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 ഒറ്റ എന്നതാ മിനിറ്റ് ചോദിച്ചത്? തീർക്കാം. താങ്കൾ എന്താ ഒറ്റ ചോദിച്ചത്? മിനിറ്റ് തീർക്കാം. ഒറ്റ മിനിറ്റ്. താങ്കൾ സിറാത്തുല്ലദീൻ. ചോദ്യം പറയും. താങ്കൾ എന്താ ചോദിച്ചേ? എന്റെ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം ഇതാണ്. ചോദിക്കുന്നു. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിനകത്ത് കോപിതരായവരും പിഴച്ചവരും ആരാണെന്നാണ് കൊടുത്തോട്ടം സാർ മനസ്സിലാക്കിയത്. ഇതാണോ താങ്കൾ ചോദിച്ചേ? അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചത്. ഇവിടെ ഇരിക്കുന്നവരാരും പൊട്ടന്മാരല്ല അതിന് തരാം. അതായത് ഈ കോവിസ്റ്റ് അള്ളാഹ് മറ്റേ ആ വാക്യം 6-7, ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ, കോപത്തിനിരയായവരുടെയോ പിഴച്ചുപോയവരുടെയോ മാർഗത്തിലല്ല. അതല്ലേ ചോദിച്ചേക്കുന്നേ? തീർച്ചയായിട്ടും ആ ഒരൊറ്റ ആയത്. അതില് എന്റെ അഭിപ്രായം പറയാനാണ്. ഞാൻ ഖുറാൻ പണ്ഡിതനല്ലല്ലോ, ഞങ്ങൾ ക്രൈസ്തവരല്ലേ. ക്രൈസ്തവരുടെ കാഴ്ചപ്പാട് പറയാ. കോപത്തിനിരയാകാൻ പോകുന്ന മുഹമ്മദ്, പിഴച്ചുപോയത് മുഹമ്മദിന്റെ വാക്ക് കേട്ടവര്. ഞങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടാണ്. ഇത് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ഈ വായിച്ചു കിട്ടിയ അറിവല്ല ഉള്ളോ, വേറെ ഞങ്ങൾ എവിടെ പോണ്ടേ? ഈ ഖുറാനിന്ന് കാണിച്ചു തരും. അങ്ങനെയെങ്കിൽ ഖുറാനിൽ നിന്ന് ആ വേട് കാണിച്ചു തരൂ. ഇപ്പൊ താങ്കൾ പറഞ്ഞത് കോപ്പിറൈറ്റ് ആയിട്ട് കാണിച്ചു തരൂ. 1400 വർഷങ്ങളായിട്ട് മനുഷ്യരാശിയെ വഴിതെറ്റിക്കുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയുണ്ട്? ഇതാണ് അതാണ്ടോ ഇപ്പൊ തഫ്സീറിലോട്ട് പോകേണ്ടി വരൂ എന്നുള്ള ധാരണ വന്നപ്പോ പാസ്റ്റർ നൈസായിട്ട് എന്താക്കുക, 2 അപമാനം അല്ലേ? അല്ലല്ല, അതായത് ചോദ്യത്തിന്റെ ഇന്റൻഷൻ ഞങ്ങൾക്ക് അറിയാം. ഇതിനകത്തറിയോ, ഇത് തഫ്സീറിലേക്ക് പോകാൻ ഞങ്ങൾക്ക് എന്ത് മടി? നിങ്ങൾ അല്ലെങ്കിൽ ഏത് ഇസ്ലാമികനാണ് മറുപടിക്ക് തൃപ്തിയുള്ള ഏത് ഇസ്ലാമികനാ ഉള്ളേ? അങ്ങനെ ഒരു ഇസ്ലാമികൻ ഇല്ല. അങ്ങനെ ഒരു ഇസ്ലാമികനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ മറുപടി പറയാൻ പറ്റില്ല, അതിനുള്ള വലിപ്പമില്ല. അതുകൊണ്ടാ എടോ, എന്റെ പൊന്നു ഫിഗെ, താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആ ആയത്തിൽപ്പെട്ട 2 വിഭാഗം ആരാന്ന് ചോദിച്ചപ്പോ ഒരു ബന്ധമില്ലാത്ത കാര്യം സാറ് പറയണേ. ഞാനും പറയുന്നേ ഈ ബോബി ബ്രദറെ ഒരു നിമിഷം. അത് ഖുറാനിൽ തന്നെ പറയണല്ലോ, അല്ലെങ്കിൽ ഇസ്ലാമിക വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പറയണല്ലോ. സുഹൃത്തെ, ഇത് കേൾക്ക്. മറുപടി വരുമ്പോ ഇടയ്ക്ക് കയറാം. നിങ്ങൾ എന്നോട്
അൽവാത്തിയെ പറ്റി ചോദിച്ചിട്ട് ലാസ്റ്റ് ആണ് ഈ കോപത്തിനൊരാര കഥയൊക്കെ പറഞ്ഞത്. രണ്ടാമത് ചോദിച്ചപ്പോഴാ അൽവാത്തിയെ കുറിച്ചുള്ള ഞാൻ ഇടയ്ക്ക് കയറാം. ചോദിച്ചത് സാർ കേൾക്കണം. ഇടയ്ക്ക് ഞാൻ കയറാം. ചോദിച്ചത് സാറ് കേൾക്കണം. റിപ്ലൈ ഉണ്ടാവുമല്ലോ. മ്യൂട്ട് ചെയ്യൂ. ഇടയ്ക്ക് കയറാതെ മ്യൂട്ട് ചെയ്യൂ. പറയട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഈ ഖുറാനിലും ഹദീസിലും അവ്യക്തതയുള്ള ഒരു കാര്യം ഞങ്ങൾ തഫ്സീർ നോക്കി മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വിശ്വസിച്ചേക്കണമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉള്ളടക്കം. ഒന്നുകൂടി പറയാം. ഫിഗിന്റെ മനസ്സിലിരിക്കുന്നത് എന്താ അറിയണ്ടേ? ഇപ്പൊ ഇമാറാസി എഴുതിയതോ അമാനി എഴുതിയതോ അല്ലെങ്കിൽ മറ്റേ എന്തോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതിയതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ അതുപോലെ വിശ്വസിച്ചോണം. അത് വിശ്വസിക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കല്ല ഉള്ളോ. ഇത് ഞങ്ങൾ ക്രൈസ്തവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ക്രൈസ്തവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസം അതേപടി ഞങ്ങൾ പകർത്തല്ല, അതിന്റെ ഭാഗത്ത് ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, നിങ്ങളെ വിമർശിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് പണ്ഡിതന്മാരെല്ലാം കൂടെ കൂടി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, തഫ്സീറിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെട്ടി വിഴുങ്ങിയാൽ ഞങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് കേട്ടാൽ മതിയോ? അത് അംഗീകരിച്ചങ്ങ് പോയാൽ മതിയോ? ഞങ്ങൾ അതല്ല ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞനുസരിച്ച് വഴിപിഴച്ചവരെന്നും മറ്റേ അനുസരണം കെട്ടവരുടെയും കോപത്തിനിരയായവരുടെയും എന്ന അർത്ഥത്തിൽ ക്രൈസ്തവരെയും അതുപോലെ തന്നെ യഹൂദന്മാരെയും തഫ്സീറുകളിൽ പറയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങൾ അത് വിശ്വസിച്ചിട്ട് അങ്ങനെയാണെന്ന് കരുതണോ ഞങ്ങളും? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഏത് രീതിയിൽ ഏത് തരം വ്യാഖ്യാനം ഏത് തരം നിരീക്ഷണം ഈ പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. കാരണം ഖുറാനിൽ നിങ്ങൾക്കൊരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത വിധം ഇത്തരത്തിലെ ഗതികെട്ട കാര്യം കിടക്കുന്ന എടുത്തു കാണിക്കുമ്പോൾ പണ്ഡിതന്മാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ജനാധിപത്യ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ അതങ്ങ് അംഗീകരിച്ചോണം എന്ന് പറഞ്ഞു വന്നാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ മറ്റേ അഖ്സാവിൽ പറയുന്ന കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ എന്താ പറയുന്നത്? അക്കാലം വരെ ഒരു കാര്യം നിലനിന്നിരുന്നു, പിന്നെ ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണുന്ന വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി അള്ളാഹു ചെയ്തൊരു പണിയാണെന്ന് എല്ലാ തഫ്സീറിലും ഉണ്ട്. അതിനകത്ത് ആർക്കും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളത് വെട്ടി വിഴുങ്ങണോ? ഒരുത്തന്റെ ദുശാഠ്യങ്ങളും തിന്മകളും സ്വന്തം മരുമകളോട് ആസക്തി തോന്നിയത് ഇങ്ങനെ എന്തോ കാര്യം ചെയ്യാനാണെന്ന് നിങ്ങളുടെ തഫ്സീറിൽ എഴുതി വെച്ചിരിക്കും, ഞങ്ങൾ വിശ്വസിക്കണോ? ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കിട്ടൂല. അത് അബദ്ധമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. മൂന്നാമത്, ഇതുപോലത്തെ കാര്യങ്ങൾ ഒത്തിരി അനാവശ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തഫ്സീറിൽ ഏകാഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കാര്യം? ഒരു കാര്യം ഞങ്ങൾക്ക് അതിനകത്തില്ല. അപ്പോൾ തഫ്സീർ എടുക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? തഫ്സീർ എടുത്ത സാധനം ഇതല്ലേ, കിതാബ് ഇതല്ലേ, നിങ്ങൾ എടുത്തോണ്ട് വാ. ഇനി ഇതേ കാര്യം ഞങ്ങൾ ഏതെങ്കിലും ഒരു കമന്റേറിയനെ ഉദ്ധരിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയും കമന്ററി പലർക്കും പല വിധത്തിൽ എഴുതാം, അതിനകത്തൊന്നും അർത്ഥമില്ല. നിങ്ങൾ ഇതേ പദം തിരിച്ചു പറയും. ഇതേ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ ഇരിക്കുന്ന ചാക്കോ പാസ്റ്റർ ഉണ്ട്, ഞാനൊരു റെഫറൻസ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി കഴിഞ്ഞ ദിവസം. എന്താണെന്നറിയണ്ടേ? അൽ-അഖ്സാവിലെ ഒരു ഭാഗം ഇമാം റാസി വിശദീകരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. അത് ഇത്രയാണ്: രണ്ടാളുകൾ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് ഒരുമിച്ച് പോകുമ്പോൾ അത് ആ സ്ത്രീയെ കണ്ട് ഒരു പുരുഷന് മുഹമ്മദിന് താല്പര്യം തോന്നിയാൽ അപ്പോഴേ അവനെ മൊഴിയൊല്ലണം, ഒരു ഉസ്താദ് പ്രസംഗിക്കുക. എന്നിട്ട് ഈ കാര്യം ഇമാം റാസി ഉദ്ധരിച്ച് പറയുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് മുഹമ്മദ് ഈസയുടെ മറുപടി നിങ്ങൾ കേൾക്കണം. കമന്റേറിയന്മാർ പലതും പറയുന്നു, തഫ്സീറിൽ പലതും പറയുന്നു. ഖുറാനിൽ അങ്ങനെ ഇല്ല, അതൊരു വിശദീകരണം മാത്രമാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? കാര്യത്തോടടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഗുരുതരമായ അവ്യക്തത അള്ളാഹുവും അതുപോലെ തന്നെ മുഹമ്മദും വരുത്തി വെച്ചു. ഈ റൂഹുൽ ഖുദ്ദൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാനുള്ള ഒരാംബിയറും നിങ്ങളുടെ അള്ളാഹുവിനില്ലാതെ പോയി. പണ്ഡിതന്മാരെല്ലാം കൂടെ കൂടി അതിനൊരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ ഈ പണ്ഡിതൻ അള്ളാഹുവിന്റെ മീതെയല്ലേ? മാത്രമല്ല ഖുറാന്റെ യഥാർത്ഥ വിശദീകരണം പണ്ഡിതനല്ല, അള്ളാഹുവിനെ അറിയൂ. എഴുതി വെച്ചിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഖുറാനിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് അള്ളാഹുവിനല്ലാതെ ഒരുത്തനും അറിയില്ല. എന്ത് പണ്ഡിതൻ, എന്ത് സ്കോളർ, എന്ത് ഉലമ, എന്ത് ശംസുൽ ഉലമ, പോയി പണിയൊക്കെ. നിങ്ങൾ ഈ വിഡിത്തം വിളിച്ചു പറയരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അമാനിയുടെ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, വേറൊരിടത്തുണ്ട്, ഇതിനൊന്നും ഒരാധികാരികത ഇല്ലെന്ന് മറുവശത്ത് പറയും. അപ്പൊ എന്നോട് ചോദിക്കുക വഴിപിഴച്ചവരും അതുപോലെ തന്നെ കോപത്തിനിരയാരാ? ഞാൻ പറയും നിങ്ങൾ തന്നെയാ. കാരണം മനുഷ്യനെ 1600 വർഷം കൂടെ വഴി പിഴപ്പിച്ചു. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ആ ചിന്തിക്കുന്നതിനകത്ത് നിങ്ങൾ എഴുതി വെച്ച അപ്പാടെ വെട്ടി വീഴുങ്ങേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. തീർന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഫിക്കെ വേറെ ഈ ഫാത്തി കേൾക്കാൻ ഇനി അതിനെനിക്കൊരു മറുപടി കൊടുക്കണം. 2 മിനിറ്റ് എടുത്ത് മറുപടി കൊടുക്കണം. 2 മിനിറ്റ് എടുത്ത് അതിന് മറുപടി കൊടുക്കണം. താങ്കൾ മറുപടി കൊടുത്തു. ഇപ്പൊ നമ്മുടെ ആവശ്യം ഇതൊന്നുമല്ല. ഫിഗിന് ഈ റൂഹുൽ ഖുദ്സ് എന്താണെന്ന് ഒന്ന് തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ? ഖുറാൻ വെച്ച് മറുപടി കൊടുത്തതിന് ശേഷം സംസാരിക്കും. അതിന് മറുപടി കൊടുത്തതിന് ശേഷം സംസാരിക്കും. താങ്കൾക്ക് സമയം കളയുന്നില്ല ഫിക്കെ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സമയത്തിന് വിലയുള്ളവരാ. താങ്കളെ കൊണ്ട് ആ കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ?
ഞാൻ സ്റ്റേറ്റ് ചെയ്യാം സർ. അതിന് മുമ്പ് എനിക്ക് ഇത് പറയാനുള്ളതിനെ ഇത് പറ്റി കുറെ പറയണല്ലോ. ഈ ഞാൻ ഈ ഈ ഞാൻ ര- ഈ ഈ പറയാനുള്ളത് ഈ സംസാരിച്ചതിന് ഈ- ശേഷം ഇത് സംസാരിക്കാം. അല്ല ഈ 2 മിനിറ്റിന് ശേഷം താങ്കൾ പറയുമോ? ഈ 2 മിനിറ്റിന് ശേഷം റൂഹുൽ ഖുദ്സ് എന്താണെന്ന് ഖുറാനിൽ താങ്കൾ തെളിയിക്കുമോ? ഉറപ്പാണോ? എടോ മനുഷ്യ, അതായത് സോറി പാസ്റ്ററെ, എടോ മനുഷ്യ, താങ്കൾ തെളിയിക്കുവോ? താങ്കൾ തെളിയിക്കുവോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്റെ നിന്നും ഇസ്ലാമിക ചോദ്യത്തിന് പണ്ഡിതന്മാർ മറുപടി പറ ഇസ്ലാമിനെ സഹോദര. മനസ്സിലാക്കിയ ഗ്രന്ഥത്തിൽ തെളിയിക്കും. എന്റെ സഹോദര, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. താങ്കൾ ഈ പറയുന്നത് ഈ ഖുറാന് പുറത്തുള്ളതെല്ലാം പിന്നെ ഈ മനുഷ്യൻ എഴുതിയല്ലേ? ഖുറാൻ അങ്ങനെയല്ലല്ലോ. ഖുറാൻ നേരിട്ട് ഇറങ്ങി വന്ന സാധനമല്ലേ? ലാഹുൽ മഫൂസില് 50,000 വർഷം മുമ്പ് ഇറങ്ങിയ സാധനം. അപ്പൊ അതിനാണല്ലോ നമുക്ക് വാലിഡിറ്റി ഉള്ളത്. അതേ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അതിനാണല്ലോ ബോബി വിലയുള്ളത്. പാസ്റ്ററെ, അപ്പൊ പണ്ഡിതന്മാരെ അനുസരിക്കണമെന്ന്. അതിനാണല്ലോ നിങ്ങൾ വിലയുള്ളത്. അപ്പൊ റസൂലിനെയും അതുകൊണ്ട് പണ്ഡിതന്മാരെ എന്റെ അനുസരിക്കണമെന്ന് അതേ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം പറയുക. ഈ 2 മിനിറ്റ് താങ്കൾക്ക് ഞാൻ തന്നാൽ അതിനുശേഷം താങ്കൾ ഈ റൂഹുൽ ഖുദ്സ് എന്താണെന്ന് ഖുറാനിൽ നിന്ന് വിശദീകരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. പറയാം. വിശദീകരിക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണല്ലോ. ഇല്ലെങ്കിൽ എടുത്ത് താഴെ കളയും. ആയിക്കോട്ടെ. ഒരു കാര്യമില്ല. താഴെ ഇടാം. ആയിക്കോട്ടെ. രണ്ടാമത് വേറൊരു വിഷയത്തിലേക്ക് പോയാൽ താഴെ ഇടാം. അപ്പോഴേ താഴെ ഇടും. ആയിക്കോട്ടെ. 2 മിനിറ്റിന് ശേഷം കേട്ടോ. 2 ആ മിനിറ്റിന് 2 ശേഷം. മിനിറ്റിന് മറുപടി വരണം. 2 മിനിറ്റില് രണ്ട് കഴിഞ്ഞ മൂന്നാമത്തെ മിനിറ്റിലേക്ക് കയറുമ്പോ താങ്കൾ ഖുദ്സ് എന്താണെന്ന് പറയണം. ഓക്കെ. അപ്പൊ ഇവിടെ എഗ്രീഡ് ആണല്ലോ? ചോദിക്കപ്പെട്ടത് എഗ്രീഡ് എഗ്രീഡ് ആണല്ലോ? ആണ്. ഇത് കേൾക്കൂ. ഞാൻ എന്റെ ഇതിലോട്ട് വരട്ടെ. റൈറ്റ്. അപ്പൊ ഞാൻ ഇപ്പം 10:04 ആയിട്ടുണ്ട്. അതായത് എന്നോടിപ്പോ ചോദിച്ച ചോദ്യം ഇതാണ്. അതല്ലെങ്കിൽ പൊതുവായിട്ട് ചോദിച്ച ചോദ്യം റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിന് മറുപടി കൊടുത്തു. എന്തെന്ന്? അത് ജിബ്രീലാണെന്നുള്ളതിന് മറുപടി കൊടുത്തു. മറുപടി കൊടുത്തപ്പോൾ പറഞ്ഞത് അത് ഖുർആനകത്ത് ഇല്ല, ഖുർആൻ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹദീസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഇജ്മാ ഖിയാസ് എടുക്കാൻ പറ്റില്ല, പണ്ഡിതന്മാരെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഖുർആനിൽ നിന്ന് മാത്രം ഉത്തരം തന്നെന്ന് പറഞ്ഞു. പക്ഷെ ഖുർആനിൽ നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ എന്നോ ഒരു മുജാഹിദിനോ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കോ ഒരു സുന്നിക്കോ ആർക്കും തന്നെ അതിനകത്ത് ഏകകണ്ഠമായ അഭിപ്രായമില്ല. കാരണം എല്ലാവരും പറയണ ഈ 4 ഗ്രന്ഥങ്ങൾ അഥവാ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എടുത്താൽ മാത്രമാണ് ദീൻ മനസ്സിലാവുള്ളൂ എന്നാണ് പറയണത്. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ പറ്റിയും ഇസ്ലാമിന്റെ കാര്യങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ അതിനൊന്നും എടുക്കാൻ പറ്റൂല, നമുക്ക് ഖുർആനെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കൊടുത്തോട്ടം സാർ പറയുന്നത്. എങ്കിൽ കൊടുത്തോട്ടം സാറിനോട് എനിക്കുള്ള മറുപടി ഇതാണ്. അങ്ങനെ ഖുർആൻ മാത്രം കേട്ടോളൂ മാത്രം എന്നുള്ള ഒരു സെറ്റപ്പ് ഞങ്ങൾക്കില്ല. ഖുർആൻ, അതിന്റെ വിശദീകരണം സുന്നത്ത്, അതിന്റെ വിശദീകരണം ഇജ്മാ, ഖിയാസ്, ആ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഇനി അത് മനസ്സിലാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഞങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കേണ്ടത് ക്രൈസ്തവനല്ല. ആ ക്രൈസ്തവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് വെച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ വന്നിട്ട് ഞങ്ങളെ പറ്റി പറയാൻ കഴിയില്ലല്ലോ. അതായത് ബൈബിളിനെ പറ്റി ചോദിക്കുമ്പോൾ ബൈബിൾ 10, 50, 100 ഉണ്ടോ എന്നുള്ളതിനെ പറ്റി വിഷയം അത് ഞങ്ങളുടേതല്ല. ഇതിനകത്ത് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്ന് പറ്റിയൊന്നും ഞങ്ങളുടേതല്ല. അത് ഞങ്ങൾ നോക്കേണ്ട കാര്യവുമല്ല. ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് പറയേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതല്ലാതെ ഖുർആൻ മാത്രം അങ്ങനെ ഒരു വാദം ഒരു പണ്ഡിതന്മാർക്കും, പ്രത്യേകിച്ച് എടുത്തു പറയുവാണ്, സുന്നികളിലെ ജമാഅത്ത് ഇസ്ലാമിക്കോ അല്ലെങ്കിൽ മുജാഹിദിനോ സുന്നികൾക്കോ ആർക്കും തന്നെ അത്തരം ഒരു വാദമില്ല. ഈ 4 ഗ്രന്ഥങ്ങൾ എടുത്ത് റെഫർ ചെയ്തുകൊണ്ട് മാത്രമേ ഉത്തരം നൽകാവുള്ളൂ എന്നാണ് വാദം. അതനുസരിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. അങ്ങനെയല്ലല്ലോ. ഒടുക്കത്തെ കിതാബിന്റെ ഒരു അവസ്ഥയായി കേൾക്കുന്നത്